ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൂപ്പർ ടേസ്റ്റിൽ നാടൻ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടുള്ള റെസിപ്പി. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ 50 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 8-10 ചെറിയ ഉള്ളി, 1.5 കപ്പ് തേങ്ങ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, കുറച്ച് കറിവേപ്പില, 4 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മുളക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം അതിൽ മുളകിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളകിട്ടെടുത്തിട്ട് ഇതൊന്ന് മൂത്തിട്ടുണ്ട്, അതിനിങ്ങോട്ട് കോരി മാറ്റുക. ഇനി ആ കറിവേപ്പിലയും ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കാര്യമായിട്ടുള്ളൊരു ചേരുവ പപ്പടമാണ്. ഞാനൊരു 5 പപ്പടമാണ് കാച്ചിയെടുത്തിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് കാച്ചി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അതിലിട്ടെടുത്തിട്ടുണ്ട്. അത് ഇനി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മുളകിട്ട പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കോരി മാറ്റുക. തേങ്ങ വറുക്കാതെ പച്ചലെണ്ണയാണ് ഈ ചമ്മന്തിയിൽ അരയ്ക്കുന്നത്. ഇനി മിക്സീൻ്റെ ജാറിലേക്ക് മുളകും തേങ്ങയും പുളിയൊക്കെ കൂടിയിട്ടിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. ഈ ഉള്ളിയൊക്കെ ആദ്യമായിട്ട് അരയ്ക്കുമ്പോൾ മുളകും തേങ്ങയൊക്കെ അരിയണതിൻ്റെ കൂടെ വല്ലാതെ അരിഞ്ഞു പോവും. അപ്പോൾ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് ഇട്ടിട്ടാണ് അതൊക്കെ അരയ്ക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം കല്ലുപ്പും ഈ ഉള്ളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുക്കാനേ പറ്റുള്ളൂ, വല്ലാതെ അരച്ചെടുക്കരുത്. ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കാച്ചി വെച്ച പപ്പടം ഓരോന്നായിട്ട് ഇതിലേക്ക് നല്ലോണം കൈകൊണ്ട് പൊടിച്ച് യോജിപ്പിക്കുക. 5 പപ്പടമാണ് ഞാൻ ഈ ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ട് കാച്ചിയെടുത്തിട്ടുള്ളത്. അത് കാച്ചണമെന്ന് ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ. ഇന്ന് ഞാൻ ചക്കരശ്ശേരിയാണ് കേട്ടോ ഉച്ചക്കലത്തെ ഊണിനുണ്ടാക്കിയത്. നാളെ ശിവരാത്രി അതിനെ കൊണ്ട് പിന്നെ മീനൊന്നും വാങ്ങില്ലല്ലോ അന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാലും ഇന്നൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പപ്പട ചമ്മന്തി ഉണ്ടാക്കണത്. ഈ ചമ്മന്തി കൂട്ടി ചോറ് കഴിച്ചപ്പം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ഒരു കറീൻ്റെയും ആവശ്യമില്ല. അങ്ങനെ ഒരു അടിപൊളി പപ്പട ചമ്മന്തി ഇവിടെ ഉറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു നേരം കറിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.